ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എസ്.പിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. വിവരങ്ങൾ തേടിയെന്നാണ് സൂചന. ഹരിമോഹൻ വിവരങ്ങളുമായുണ്ട്. ഹരിമോഹൻ, SIT അന്വേഷണം SIT അന്വേഷണം തുടങ്ങിയിട്ടില്ല. കാരണം 10-ാം തീയതി ആണ്, അടുത്ത ദിവസമാണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുന്നത്. ആ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും SITയുടെ അന്വേഷണം തുടങ്ങുക എന്നാണ് അറിഞ്ഞത്. അതിന്റെ തുടക്കമായിട്ടാണോ ഇപ്പോഴത്തെ കൂടിക്കാഴ്ച? എന്താണ് അറിയാനാകുന്നത്? പ്രതി സാങ്കേതികമായി 10-ാം തീയതി ദേവസ്വം വിജിലൻസ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് SITയുടെ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം തുടങ്ങേണ്ടത്. പക്ഷേ ഇന്ന് തന്നെ, അതായത് പ്രാഥമിക വിവരശേഖരണം SIT തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിവരമായി ലഭിക്കുന്നത്. ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് SITയിലെ 2 ഉദ്യോഗസ്ഥർ, അതായത് ഹൈക്കോടതി നിയോഗിച്ച SITയിലെ 2 ഉദ്യോഗസ്ഥർ ഇന്ന് ദേവസ്വം ആസ്ഥാനത്തെത്തി. അത് വാകത്താനം സിയും കയ്പമംഗലം സിയുമാണ് ഇന്ന് ദേവസ്വം ആസ്ഥാനത്തെത്തിയത്. അവിടെ എത്തി ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാറുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതിന്റെ വിവരങ്ങൾ അന്വേഷിക്കുകയും സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും അതിനുശേഷം ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് ചില ഫയലുകൾ കൂടി അവർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. അതായത് ഇതൊരു പ്രാഥമിക വിവരശേഖരണമാണ്. സാങ്കേതികമായി അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വിവരങ്ങൾ ശേഖരിക്കുക. 10-ാം തീയതിയോടുകൂടി ദേവസ്വം വിജിലൻസ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ തന്നെ അന്വേഷണം ഔദ്യോഗികമായി ആരംഭിക്കുക എന്നുള്ളതാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക ഓർഡർ, അതായത് ഹൈക്കോടതി അന്വേഷണ സംഘത്തിലെ ആളുകളുടെ പേരുകൾ പറഞ്ഞെങ്കിലും ഇതിന് ഔദ്യോഗിക ഉത്തരവ് കൂടി പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അത് നാളെയോ മറ്റന്നാളോ ആയി പുറപ്പെടുവിക്കും എന്നുകൂടി അറിയാൻ കഴിയുന്നു. അതായത് അതിവേഗത്തിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് വരുന്നത്. ഇതിൽ ദേവസ്വം വിജിലൻസ് SP-യുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പരസ്പരം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇത് ശനിയാഴ്ച തന്നെ, അതായത് ഈ റിപ്പോർട്ട് സമർപ്പിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷണം തുടങ്ങാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ നിലവിൽ ഇതിന്റെ മേൽനോട്ട ചുമതലയുള്ള ADGP H. വെങ്കടേഷിന്റെ നിർദ്ദേശാനുസരണം കൂടിയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ ദേവസ്വത്തിലെ ചില ഉദ്യോഗസ്ഥർ, പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരാണ്, ആ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ പറഞ്ഞിരുന്ന പല രേഖകളും അവർ വാങ്ങിയിട്ടുണ്ട്, അതിന്റെ പകർപ്പുകൾ വാങ്ങിയിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം നടത്തിയിരിക്കുന്ന ഈ നീക്കം അന്വേഷണവുമായി ബന്ധപ്പെട്ട് വളരെയധികം നിർണായകമാണ് എന്ന് കൂടി പറയണം. കാരണം 6 ആഴ്ചത്തെ സമയം മാത്രമാണ് SITക്കുള്ളത്. ആ 6 ആഴ്ചക്കുള്ളിൽ തന്നെ പരമാവധി ഇതുവരെ ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിന് അപ്പുറത്തേക്ക് പോയിക്കൊണ്ട് എല്ലാ വിവരങ്ങളും തേടുക, എല്ലാ മൊഴികളും എടുക്കുക, എല്ലാ ചോദ്യം ചെയ്യലുകളും പൂർത്തിയാക്കുക, എല്ലാ രേഖകളും പരിശോധിക്കുക, ഒപ്പം തന്നെ സന്നിധാനത്തെത്തിക്കൊണ്ട് ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളെ പരിശോധിക്കുക, സ്ട്രോങ് റൂമിൽ സീൽ ചെയ്തിരിക്കുന്ന പാളികളടക്കം പരിശോധിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ SITക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദിവസം പോലും പാഴാക്കാതെ എത്രയും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തി പ്രാഥമിക വിവരശേഖരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ദേവസ്വം വിജിലൻസ് SP-യുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും നിലവിൽ അത് ഏറെ നേരം നീണ്ടു നിന്നു എന്നുള്ളത് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇത്തരം കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്, വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. സ്മൃതി, ശരി. കോടതി നിയോഗിച്ച SIT സംഘം ഇപ്പോൾ ശബരിമല ആസ്ഥാനത്തെത്തി അവിടുത്തെ ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.